വന്നാ വന്നു. എന്താണ് കാണാനില്ലല്ലോ, വലിയ തിരക്കാണല്ലേ? ഭയങ്കര തിരക്കാടാ. ചേച്ചിയുടെ കല്യാണം അത് കഴിഞ്ഞാ പിന്നെ നിന്റെ കല്യാണം. പോടാ. എന്ത്, നീ കല്യാണം നോക്കുന്നില്ലേ? പക്ഷെ അതിന് പറ്റിയൊരു ചെക്കന് കിട്ടണ്ടേ? ഓ, ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക്സ്. ഒരു മിനിറ്റ്. എങ്ങനെ തോന്നുന്നു? നന്നായിട്ട് പോകണം. നീ ഇപ്പം പരിപാടി? എന്തുകൊണ്ട് ഇതൊക്കെ തന്നെ. അതെ, ചുമ്മാരിക്കണം അല്ലേ? ഞാൻ നാളെ മറ്റന്നാളായിട്ട് പോകും. അപ്പോൾ അളിയാ പോവാണല്ലേ, കാലിലൊക്കെ നടക്കട്ടെ. ഓക്കെ ശരിയോ? ഓക്കെ, ബൈ. അവനെ +2 കൂടെ പഠിച്ച ഫ്രണ്ടാ. ചോദിച്ചില്ലല്ലോ. ദേഷ്യത്തിലല്ലാന്ന് മനസ്സിലായി. അല്ല, പിന്നെ ദേഷ്യം വരില്ലേ? ഞാൻ ഇവിടെ ചേച്ചിയുടെ കല്യാണ തിരക്കിന്റെ ഇടയിൽ ഡ്രസ്സ് പോലും എടുക്കാൻ പോയിട്ടില്ല. നേരെ നിന്നെ കാണാൻ വന്ന് നോക്കുമ്പോഴേക്ക് അവൻ വേറെ ആരുടെ അടുത്ത് പോയി മിണ്ടുന്നു. ഏതവൻ? എടി, അവൻ ഞാൻ യൂറോപ്പ് പോകുന്നതിൻ്റെ ഒരു ഹാപ്പി ജേണി പറയാൻ വേണ്ടി വന്നതാ. ഒരു ടാറ്റ ബേബി. എടി, ഞാൻ കടല വാങ്ങിച്ചടി. എനിക്ക് വേണ്ട. ഒന്ന് ചിരിക്കുന്നു, ചുമ്മാ ചിരിച്ചു. ചൂട് കടല. വാ വാ. അടുത്തല്ലേ പറഞ്ഞേ? എടി, അതിനൊന്നും ഫൈനലായിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഈസിയാക്കി ഇന്നലെ വന്നേ. പക്ഷെ നീയൊക്കെ ഉള്ളപ്പോ ഒരു സുഖം ഉണ്ടാവും. ആ അജയ്ക്ക് വെറും കൂലിയോ, പക്ഷെ നീയൊക്കെ ഉള്ളപ്പോ ഒരു രസം ഉണ്ടാക്കും. നീ ഒരു കാര്യം ചെയ്യ്, നീ കൂടെ വാ. ഞാൻ വരുവേ. വാന്നേ. പോടാ, ചേച്ചിയുടെ കല്യാണം വെച്ചിട്ട്. അതുപോലെ യൂറോപ്പിലേക്ക് പോകാൻ വിസയൊക്കെ വേണ്ടേ? എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് പാസ്പോർട്ട് പോലും ഇല്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? മാസ്ക് ഇട്ടതുകൊണ്ട് ബ്യൂട്ടിഫുൾ ഫേസ് അങ്ങോട്ട് കാണാൻ പറ്റില്ല. നീ കണക്ക് ഈ അജയ് കണക്ക. ലക്ഷണങ്ങളെല്ലാം ശുഭമാണ്. നീ പറഞ്ഞ ഞാൻ കേട്ടില്ലാന്ന്. നീ എന്താ പറഞ്ഞേ? കുന്തം. മോനെ, കൈ നോക്കാം, കൈ നോക്കി ലക്ഷണം പറയാം. വെറും 50 രൂപ മാത്രം നിന്നാവും. വേണ്ടട്ടാ. അല്ല ഇല്ല ചേട്ടാ, നോക്കണം. ഇവന്റെ എല്ലാ കളത്തിലും എനിക്കറിയാം. ചേട്ടന് ഞാൻ 50 അല്ല 60 രൂപ തരും. 60. കാണാത്ത രാജ്യങ്ങളും കഴിക്കാത്ത ഭക്ഷണങ്ങളും നിൽക്കാത്ത ഇടങ്ങളെയും നോക്കാത്ത ആളുകളെയും മോൻ കാണും. ആ ശരിയാണ്. ഇവനിപ്പോ യൂറോപ്പിൽ പോവാൻ നിക്ക. മോന്റെ പേര് വിനീത്. നക്ഷത്രം കൈ നോക്കി കണ്ടുപിടിച്ചൂടെ? പൂരിട്ടാതി. മോനെ കെട്ടുന്ന പെൺകുട്ടി മഹാറാണിയെ പോലെ ജീവിക്കും. ചില സുഹൃത്തുക്കളെ സൂക്ഷിക്കേണ്ട സമയമാണ്. ഈ കാണുന്ന കടല് പോലെ ഒരുപാട് കടല് കാണും. ആയിക്കോട്ടെ. ഇനി മോനെ എന്നും ഓർത്തേക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കണ്ടപ്പോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന് തോന്നി. അയ്യോ അല്ല, ഞങ്ങള് ഫ്രണ്ട്സാ. ഇനി അഥവാണെങ്കിൽ തന്നെ സൂക്ഷിക്കണം. എന്ത്? ഇവളുടെ മുഖത്ത് നോക്കൂ. മുൻചുണ്ടി, എടുത്തുചാട്ടം. ഞാൻ നടന്നു പോകുന്ന കൊച്ചിനെ കണ്ടോ? അവളെ കാണാൻ കൊള്ളാമെന്ന് ഇവളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും മോൻ പറയാൻ പാടില്ല. അത് ഇവളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അത് ശരിയാണെന്ന് ആലോചിച്ച് ഇവള് മനസ്സ് പുണ്ണാക്കും. നീ തമാശക്ക് പറഞ്ഞാലും ആ തമാശക്ക് മനസ്സിലാവില്ല. ഇവളുടെ മനസ്സ് വിഷമിക്കുന്നതിന്റെ തലേ ദിവസം ഇവള് പാമ്പിന്റെ സ്വപ്നം കാണും. അതാണ് ശാസ്ത്രം. എന്റെ പാമ്പുംകാവിലമ്മേ. ചേട്ടാ പൊക്കോ. ആയിക്കോട്ടെ, നല്ലത് വരും. ആയിക്കോട്ടെ. ഇന്നത്തെ ഷെയറിനുള്ളതായി. എന്താടി? ഞാൻ ഇന്നലെ പാമ്പിന്റെ സ്വപ്നം കണ്ടു. നിനക്കിതിലൊക്കെ വിശ്വാസം ഉണ്ടോ? എനിക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷെ പുള്ളി പറഞ്ഞതൊക്കെ നടന്നില്ലേ? നീ യൂറോപ്പിൽ പോണു, ഞാൻ പാമ്പിന്റെ സ്വപ്നം കണ്ടു. അപ്പൊ നമ്മൾ ഇഷ്ടാന്ന് പറഞ്ഞതോ? അത് ശരിയല്ല. നിനക്ക് ആ മാസ്ക് ഇട്ട് വേണല്ലേ ഇഷ്ടം. പോടാ, പോയി പ്രപ്പോസ് ചെയ്യടാ. എന്താ ചിരിക്കുന്നേ? ഒന്ന് കൂടി. എന്നെ സംബന്ധിച്ചേ ഈ പ്രേമൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. ഈ റോക്കറ്റ് സയൻസ് ഒക്കെ പോലെ.
ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി ഇഷ്ടം എന്നൊക്കെ പറയാനൊന്നും എന്നെക്കൊണ്ട് പറ്റൂല. എടാ ഈ റോക്കറ്റ് സയൻസ് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. പിന്നെ നിനക്ക് ഈ റോക്കറ്റോട് അറിയോ? ഏ? ഈ വിഷുവിനൊക്കെ ഇടുന്നത്. അതറിയാം. ആ അത്രേ ഉള്ളൂ. അപ്പം ഇത്ര എളുപ്പമാണ് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം എന്ന് പറയാം. പിന്നെ എന്നാ ഐ ലവ് യു. എടി ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ടെൻഷൻ അടിച്ച് ചത്തുപോകും. നീ മറുപടി ഒന്നും പറയണ്ട, എൻ്റെ ഒരു ആശ്വാസത്തിന്. ഇരട്ട വെച്ചു. എത്ര പൈസ കൊടുത്തു ആ കൈനോട്ടക്കാരന്? 100 രൂപ. അതല്ല, ഈ ഡ്രാമ കളിക്കാൻ വേണ്ടി എത്ര പൈസ കൊടുത്തു? അത് അപ്പോൾ പറഞ്ഞോളെ ഓറാക്കി ചതക്കാം. എടാ ഞാൻ ഓറാക്കൂടാ. ജീവിതം ഓക്കെ. കർത്താവേ അല്ല ഭഗവതി എല്ലാം ശരിയാവണേ. 5 5000. ഒരു പ്രേമം പറയാൻ പറ്റാത്തോണ്ട് 5000 രൂപയല്ലേ? അല്ല നിനക്കിതെങ്ങനെ മനസ്സിലായി? നിന്റെ മുഖത്ത് ഈ കളലക്ഷണം. വാ നടക്ക്. നൈസായിട്ട് പരിപാടി പാടിയല്ലേ? നൈസായിട്ട്. ഞാൻ പാമ്പിനെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോഴും നിനക്ക് മനസ്സിലായില്ല? അത് നീ അപ്പം നീ പാമ്പിൻ്റെ സ്വപ്നം കണ്ടില്ലേ? കോപ്പാണ്. ഇവിടെ മനുഷ്യനിവിടെ കട്ടിലേണ്ട ശവമാണ്. ഇടയ്ക്ക് കുറുക്കം വലിക്കുന്ന ചേച്ചി പറഞ്ഞേ സഹിക്കാൻ പറ്റുമെങ്കിൽ